നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് യുവമോർച്ച മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ ജനക്ഷേമ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബിജെപി മണ്ഡലം പ്രസിഡന്റ് കെ.എസ്. ധനീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് പി.എസ്. അരുൺ അധ്യക്ഷത വഹിച്ചു. ഒ.ബി.സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.ആർ. അഖിൽദാസ്, ബിജെപി മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി, ടി.എസ്. സുശീൽ, രോഹിത് രാജ്, വിഷ്ണു പ്രകാശ്, കെ.വി. സതീഷ്, ശ്രീഹരി, ശ്രീനാഥ്, രാജൻ മഠത്തിൽ, പ്രസീത, സാൻഡി, അനുമോൾ എന്നിവർ പങ്കെടുത്തു. മണ്ഡലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. പല ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികളായിട്ട് കഴിഞ്ഞ ജൂൺ 5 മുതൽ ആരംഭിച്ച പരിപാടികൾ, ഓരോ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മോദി സർക്കാർ 2014 അധികാരത്തിൽ വന്ന സമയത്ത് ആരംഭിച്ച ജനക്ഷേമ പദ്ധതികൾ. നമുക്കറിയാം, അതിലേക്ക് മുമ്പ് കോൺഗ്രസ് സർക്കാർ കാലങ്ങളോളം ഭാരതത്തിൽ ഭരണം നടത്തിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ട വ്യക്തിപരമായിട്ടുള്ള സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള സഹായങ്ങളോ ക്ഷേമ പദ്ധതികളോ യാതൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു 60-65 വർഷക്കാലം ഭാരതം ഭരിച്ച കോൺഗ്രസ് സർക്കാരിന് സാധിച്ചിട്ടില്ല.